എബ്രഹാം മോസ്ലർ ഇന്ന് റിലീസായ സിനിമയാണ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു മെഡിക്കോ ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. ഇതിൻ്റെ ടീം ഇതൊരു ഇമോഷണൽ ഡ്രാമ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരാദ്യം അനൗൺസ് ചെയ്തപ്പോൾ ഒരു മെഡിക്കൽ ത്രില്ലർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ട്രെയിലർ മുതൽ റിലീസിന് വരുന്ന ഓരോ പോസ്റ്ററിലും ഒക്കെ ഇമോഷണൽ ത്രില്ലർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സിനിമ തുടങ്ങി 2 മണിക്കൂർ 24 മിനിറ്റാണ് ഡ്യൂറേഷൻ. സിനിമ തുടങ്ങി ഫസ്റ്റിൽ തന്നെ ജയറാമിൻ്റെ ഇൻട്രോ, അങ്ങനെ ഒരു നല്ല തുടക്കമാണ്. അങ്ങനെ തുടങ്ങി ഇൻ്റർവെല്ലായപ്പോഴത്തേക്ക് ഞാൻ കരുതിയത് ഇതിൻ്റെ ടീം നമ്മൾ പ്രേക്ഷകരെ പറ്റിച്ചെന്നാണ്, നല്ല രീതിയിൽ പറ്റിച്ചെന്നാണ്. അതായത് ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് പറഞ്ഞിട്ട് ഇവരാദ്യം പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ ത്രില്ലർ തന്നെയാണ്, ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലറാണ്. 5-ാം പാതിര ആ ഒരു വൈബുള്ളൊരു ക്രൈം ത്രില്ലറാണ് ഫസ്റ്റ് ഹാഫ്. അപ്പോൾ അതായത് നമുക്ക് നല്ല രീതിയിൽ, അതായത് നമ്മൾ ഹൈപ്പ് കുറഞ്ഞ് വരുമ്പം ഈ സാധനം കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ നന്നായിട്ട് വന്നല്ലോ എന്ന് ഓർത്തു. ഫസ്റ്റ് ഹാഫ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഹാഫ് ഫുള്ളൊരു സീറ്റ് എഡ്ജിലായിരുന്നു ഇരുന്ന് കണ്ടത്. ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു 15 മിനിറ്റിൽ തന്നെ ഈ സിനിമയുടെ ഒരു മേജർ 3 പ്ലോട്ട് പോയിൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അതായത് മേജർ 3 പ്ലോട്ട് ഡൈവേർഷൻസ് കാണിച്ചാണ് ഈ സിനിമയുടെ. ഞാൻ വാച്ച് നോക്കി 15 മിനിറ്റ് ആയപ്പോഴേക്കും ഈ ഒരു 3 കാര്യം കാണിച്ച് കഴിഞ്ഞു, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അത്ര ഫാസ്റ്റ് പേസ്ഡായിട്ടാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പോകുന്നത്. നമ്മളത്ര ഈ സീരിയൽ കില്ലിങ് കാണിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തും. അങ്ങനെ ഇൻ്റർവെല്ലാവുന്നു. ഇൻ്റർവെൽ സീനിലൊരു മാസമുണ്ട്. അങ്ങനെ ഒരു വൈബായിരുന്നു ഇൻ്റർവെല്ലായപ്പം, ഫുൾ ഹാപ്പി. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. ഫീനിക്സിൻ്റെ റൈറ്റർ മിഥുൻ മാനുവൽ, ഇതിൻ്റെ ഡയറക്ടർ മിഥുൻ മാനുവൽ. ഇതിൻ്റെ റൈറ്റർ ഒരു പുതിയ ആളാണ്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, സോറി. പക്ഷേ 2 സിനിമയുടെ റൈറ്റർ വേറെ ആൾക്കാരാണെങ്കിലും സെക്കൻഡ് ഹാഫ് 2 സിനിമയുടെ ഏകദേശം ഒന്നായിരുന്നു. അതായത് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു 75% ഫ്ലാഷ് ബാക്ക്, ആ ഫ്ലാഷ് ബാക്കിൻ്റെ കൺസെപ്റ്റ്, ആ ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവം ഒരേ ഒരു കൺസെപ്റ്റ് പ്ലസ് ഒരു പ്ലോട്ട്, ഒരു ബേസ് പ്ലോട്ട് എടുത്ത് അതൊക്കെ ഒരേ കാര്യം, അങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്നതാണ്. ഫീനിക്സിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് തീരെ ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫും ഫീനിക്സിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുൾ ഷോക്കായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുൾ ഷോക്കെന്ന് ഞാൻ പറയുന്നില്ല. സെക്കൻഡ് ഹാഫിൻ്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒരു മേജർ ഒരു ഗസ്റ്റ് റോൾ വരുന്നിടം വരെ, അതിപ്പോൾ പറയാം, അവർ തന്നെ പോസ്റ്ററൊക്കെ ഇറക്കിയെങ്കിലും ഒരു മേജർ ഗസ്റ്റ് റോൾ വരുന്നിടം വരെ ആ ഇൻട്രോ ആണ് ഈ സിനിമയുടെ, ആ മേജർ ഗസ്റ്റ് റോൾ ഇൻട്രോ ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അവിടെ വരെ പടം വേറെ ലെവലാണ്. അവിടുന്ന് പിന്നെ ഫ്ലാഷ് ബാക്ക് വരുന്നു, ഡിം, പിന്നെ ക്ലൈമാക്സ് വരെ ഒന്നുമില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ നമ്മളെ പറ്റിച്ചു. പക്ഷെ പറ്റിച്ചത് ആദ്യം ഇതൊരു മെഡിക്കൽ ത്രില്ലറാണെന്ന് പറഞ്ഞത് ഒരു കറക്റ്റ് കാര്യം. പക്ഷെ പിന്നീട് ഇവർക്ക് ഇത് ഔട്ട് കണ്ടപ്പം ഇതിൽ കാര്യമായ ത്രില്ലിംഗ് എലമെൻറ്റ്സ് ഇല്ലല്ലോ, ഇതൊരു ഡ്രാമയാണല്ലോ. സെക്കൻഡ് ഹാഫിൽ ഡ്രാമ കൂടിപ്പോയി. അവരാദ്യം ഇത് കരുതി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും ആദ്യം മെഡിക്കൽ ത്രില്ലർ എന്ന് പറഞ്ഞത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇത് കണ്ടപ്പോൾ കൂടിപ്പോയി ഡ്രാമ. അപ്പം ഇനി നമുക്കിതൊരു മെഡിക്കൽ ത്രില്ലറായിട്ട് തന്നെ പ്രൊജക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പെർഫോമൻസുകളെ പറ്റി പറയുകയാണെങ്കിൽ ജയറാം അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സട്ടിലായിട്ട് തന്നെ ക്യാരക്ടർ പിടിച്ച് പോയിട്ടുണ്ട്. ഗസ്റ്റ് റോൾ, ആ ആക്ടറിൻ്റെ ഇൻട്രോ സൂപ്പറായിരുന്നു. പക്ഷേ പെർഫോമൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും കൊണ്ടോ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഇതില്ലായിരുന്നു. കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇതിൻ്റെ റൈറ്റിംഗ് ആണ്. അതിൽ ഈ ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ ഒരു സോൾ, വൺ ഓഫ് ദ സോൾ. പുള്ളിയുടെ ആ ഒരു ആർക്ക് തന്നെ പോയി, കംപ്ലീറ്റ് പാളി. അപ്പോൾ പടം മൊത്തത്തിൽ അവിടം കൊണ്ട് തന്നെ പോയി. ബാക്കി ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല റൈറ്റിംഗ് ആയിരുന്നു, കാരണം അതൊരു ടെംപ്ലേറ്റ് പിടിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് നന്നായി. അത് എന്ന് വെച്ചാൽ ഞാൻ റൈറ്റിംഗ് മോശമെന്നല്ല, റൈറ്റിങ്ങിൻ്റെ ഗുണം കൊണ്ടാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് പാളിപ്പോയി റൈറ്റിംഗ്, എസ്പെഷ്യലി ആ വില്ലനും പരിപാടിയും പിന്നെ ആ ഫ്ലാഷ് ബാക്കും ഒക്കെ പാളി. ടെക്നിക്കലി ഓക്കെയാണ്. ഇപ്പം ഇതിനുപോലുള്ള ഡയറക്ഷൻ ആയാലും ടെക്നിക്കൽ സൈഡ്സ് ആയാലും ഓക്കെയാണ്. ഇന്നത്തെ ഒരു കാലത്തൊരു സിനിമയ്ക്ക് വേണ്ട എന്താണോ അത് അതേപോലെ തന്നെ ഉണ്ട്. ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല, പക്ഷേ ഡീസൻറ്റ് ടെക്നിക്കൽ സൈഡായിരുന്നു. ആകെ ഒരു പ്രശ്നം തോന്നിയത് ഈ ചില ആക്ടേഴ്സിൻ്റെ പെർഫോമൻസുകളൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. അതിപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നവരായാലും അതല്ലെങ്കിൽ മെയിനായിട്ട് വരുന്നവർ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എസ്പെഷ്യലി സെന്തിൽ, പുള്ളി ഭയങ്കര മസിൽ പിടിക്കുന്നതായിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ പുള്ളി പറയുന്ന ഒരു ഡയലോഗിൽ തിയേറ്ററിൽ കൂട്ടച്ചിരിയായിരുന്നു. ആ ഒരു സീരിയസ് ആയിട്ട് പുള്ളി പറയുന്നത്, പക്ഷേ നമുക്ക് ഒട്ടും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഭയങ്കര ഡ്രമാറ്റിക്. പിന്നെ ഇതിൽ സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രോ, അതും ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നി. സൈജു കുറുപ്പിനെ പറ്റി പറയുന്ന ഒരു ഇൻട്രോ, അങ്ങനെ പെർഫോമൻസിൽ ആർട്ടിഫിഷ്യാലിറ്റി ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ടെക്നിക്കലി ഓക്കെയാണ്. അങ്ങനെ മൊത്തം ആകത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ റൈറ്റിംഗ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വില്ലൻ, ലൈക്ക് ഫീനിക്സ്. പക്ഷേ 2 റൈറ്റേഴ്സ് വേറെ ആളായിരുന്നു. പക്ഷേ 2 മിഥുൻ മാനുവൽ എന്നൊരു ഫാക്ടറുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 3 ഔട്ട് ഓഫ് 5 ആണ്. കുറച്ചുകൂടെ വ്യക്തമാക്കി പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫിന് ഞാനൊരു 4 ഔട്ട് ഓഫ് 5 കൊടുക്കും, സെക്കൻഡ് ഹാഫിന് 2 ഔട്ട് ഓഫ് 5.